ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് സുബഹിയുടെ നേരത്തേക്ക് നമ്മൾ എണീറ്റപ്പോഴത്തേക്കും ചെറിയ മണ്ണൊക്കെ നനഞ്ഞ് കിടക്കുന്നു കേട്ടോ. ചെറുതായിട്ട് മഴയൊന്ന് ചാറിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം മഴയൊന്ന് പൊടിയുമ്പോഴത്തേക്കും മുറ്റത്തെ മണ്ണെല്ലാം കൂടെയൊക്കെ ഒന്ന് നനഞ്ഞ് കിടക്കുന്നത് കണ്ടു കേട്ടോ. അപ്പം ചെറുതായിട്ട് മഴ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. എപ്പോഴോ ഒന്ന് പൊടിഞ്ഞതാണെന്ന് തോന്നുന്നത്. ഈ നല്ല ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പല്ലേ. ആ സമയത്ത് നമ്മുടെ കൈക്കും കാലിനും ഒക്കെ നല്ല വരൾച്ച പോലെയല്ലേ തോന്നുന്നത്. എനിക്കിത് നേരത്തെ തുടങ്ങി കേട്ടോ. ഇങ്ങനെ മുര ആവുന്നൊരു പരിപാടി, ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിരിക്കത്തില്ലേ, തണുപ്പ് മഞ്ഞുകാലം ആകുമ്പോഴത്തേക്കാട്ടോ തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് മുറ്റത്തൊക്കെ കുറേ നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെടികളൊക്കെ എന്ത് പറയുന്നു. ഇപ്പോൾ കുറേ ചെടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മണി പ്ലാന്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പാത്തുവിന് പിന്നെ പല പല സംശയങ്ങളാണ് കേട്ടോ. ചെടി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ 1-2 പ്രാവശ്യം ഇങ്ങനെ കസേര കൊണ്ടിട്ടിട്ട് ഞാൻ കാണാതെ അത് എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതുകൊണ്ട് അതവിടെ വെച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 എണ്ണം മണ്ണിൽ ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലിട്ടതിനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് 2-3 ദിവസമായിട്ട് ഞാൻ കുറച്ച് 2-3 ചെടികളെടുത്തിട്ട് പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉഷാറായതിന് ശേഷം എടുത്തിട്ട് അകത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെയും ചെന്നിട്ട് ഇങ്ങനെ നുള്ളിപ്പിച്ച് നോക്കും കേട്ടോ, ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഞാൻ മുറ്റത്ത് കൊണ്ട് വെച്ചത്. അതാകുമ്പം അധികം അങ്ങനെ ഇറങ്ങി പോകുന്നില്ല. ആരെങ്കിലും മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങി പോകാറുള്ളൂ. അപ്പോൾ ഇത് രാവിലെ നമ്മുടെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പം ഇഡ്ഡലിയുടെ മാവൊക്കെ ഇങ്ങനെ ഉപ്പും സോഡയൊക്കെ ഇട്ടിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവാണെങ്കിലും പതഞ്ഞ് പൊങ്ങി വന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയുടെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. മാവൊക്കെ പുളിച്ച് വരണമെങ്കിൽ കാലാവസ്ഥ നേരെയാണ്. കുറച്ച് ചൂട് കാലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പുളിക്കും. മാവ് നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നൊക്കെ എണീക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് പതഞ്ഞ് നല്ല പഞ്ഞി പോലെ പൊന്തി വരും കേട്ടോ. മഞ്ഞ് പോലെ പൊതുപൊതാ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ. അപ്പോൾ 2-3 ദിവസമായിട്ട് മാവൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ. അധികം പുളിക്കാതെ തന്നെ ഇരിക്കാറുണ്ട്. നമ്മൾ വെക്കുന്നത് അടുപ്പിൻ്റെ ഭാഗത്താണ് കൂടുതലും മാവ് അരച്ചിട്ട് വെക്കാറ്. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് മാവങ്ങ് പുളിച്ച് തികട്ടി വരാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അരച്ച് വെക്കുന്ന മാവ് ചിലപ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. ചിലപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നെടുത്ത മാവ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും ഇഡ്ഡലിയുടെ മാവൊക്കെ ആകുമ്പം കുറച്ചും കൂടെ ഒന്ന് പത പോലെയൊക്കെ ഇരിക്കണമല്ലോ, കുറച്ചുകൂടെ ഒന്ന് കട്ടിക്ക് കുറുകിയൊക്കെ ഇരിക്കണമല്ലോ. അത്ര ഉഴുന്നിട്ടിരുന്നാലും ഇപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചട്നി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. ഇത് വലിയ ടേസ്റ്റുള്ളൊരു ചട്നിയൊന്നുമല്ല, എന്നാൽ കുഴപ്പമില്ല, എന്നാൽ അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും സാമ്പാർ പരിപ്പും കൂടെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചട്ടിക്കകത്ത് ഇട്ടിട്ട് ലേശം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഉഴുന്ന് പരിപ്പും പൊട്ടുകടല ഉണ്ടല്ലോ, നമുക്ക് സാമ്പാർ പരിപ്പിന് പകരം പൊട്ടുകടല എടുത്തിട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പച്ച തേങ്ങ അങ്ങോട്ട് തിരുമ്മി, സാധാരണ നമ്മൾ തേങ്ങാ ചട്നി അരയ്ക്കത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ അരച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ പൊടിച്ച് വെക്കത്ത് ഉഴുന്ന് പൊടി ഉണ്ടല്ലോ, നമ്മൾ ദോശയ്ക്കൊക്കെ വേണ്ടി എടുക്കുന്ന എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്ന, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ചട്നിയിലുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചട്നിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്സി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അമ്മിയിൽ തന്നെ അരച്ചെടുത്തിട്ടുള്ളത്. ദോശയ്ക്കോ ഇഡ്ഡലിക്കോ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു നെയ്യ് ദോശയാണ് കേട്ടോ. നെയ്യ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര തൂക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അനിയത്തി ഇവിടെ ഉള്ള സമയത്ത് അനിയത്തിക്കും കൂടെ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും അവളെ ഞാൻ ഇതിന് അഡിക്റ്റ് ആക്കിയിട്ടോ വിട്ടത്. അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആദ്യം പാത്തു കേട്ടോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. കുറച്ച് ലേശം പഞ്ചസാര തൂക്കി, നമുക്കിപ്പോൾ നെയ്യില്ലെങ്കിലും കട്ടി കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര സ്പ്രെഡാക്കിയിട്ട് എടുത്താലും സൂപ്പറാണ് കേട്ടോ.
അങ്ങനെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി ചട്നിയും ഒക്കെ റെഡിയാക്കി കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാത്തുവിനും കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ആളിനെ കാണുന്നില്ല. നോക്കിയപ്പോൾ ദേ ഉമ്മയുടെ കൂടെ പുറത്തുണ്ട് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ പട്ടിയുടെ ശല്യം മാത്രമല്ല കേട്ടോ, പന്നിയുടെ ശല്യം ഉണ്ടെന്നും പറയുന്നുണ്ട്. പന്നിയെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. പട്ടിയേക്കാൾ സൂക്ഷിക്കേണ്ടത് പന്നിയാണ് കേട്ടോ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അത് ഓടി സ്പീഡിനല്ലേ വരുന്നത്. ഞാൻ കണ്ടിട്ടില്ലേ, എന്നാലും കണ്ടിട്ടുള്ളവരൊക്കെ പറഞ്ഞ് ഉള്ള അറിവാണ്. ഇത് നമ്മളെ കുത്തുമെന്നാണ് കേട്ടോ പറയുന്നത്. ഭയങ്കര ഡേഞ്ചറാണെന്നാണ് പറയുന്നത്. പിന്നെ പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ടെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങാൻ തന്നെ ഇപ്പോൾ പേടിയാണ്. പട്ടിശല്യം ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. മുമ്പ് അങ്ങനെ ഒരു പേടിയില്ലായിരുന്നു കേട്ടോ. ഇപ്പം പട്ടികളെ കൊണ്ട് നിവൃത്തിയില്ല. ഇപ്പോൾ ദേ പന്നിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ അവിടെ കുറച്ച് ചെടികൾ കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂടൊക്കെ പിടിച്ചിട്ടുണ്ട്, വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് അതൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് മണ്ണിലേക്ക് കുഴി കുത്തിയിട്ട് ഇറക്കി വെക്കണം. അപ്പോൾ പിന്നെ കുറേ കറിവേപ്പില പൊട്ടിക്കിളിർത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ആദ്യമൊന്നും കറിവേപ്പൊന്നും ഇട്ടാലൊന്നും കിളിച്ച് വരത്തില്ലായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് എൻ്റെ മൂട്ടിലെല്ലാം ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മണ്ണിട്ട് കൊടുക്കുകയാണ് കേട്ടോ. രാവിലെ എണീറ്റ പാടെയാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് മാറിയിരിക്കുന്നത്. നാളത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മളെ ഉച്ചക്കലത്തെ കറി എന്ന് പറയുന്നത് മത്തിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. മത്തിയുടെ സീസണാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ കൂടുതൽ മത്തിയാണ് കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇന്ന് നമുക്ക് മത്തിയാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് കറി വയ്ക്കാം. ബാക്കി നമുക്ക് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മളിതിന് മുന്നേ നട്ടു വെച്ചിട്ടുള്ള ഉണ്ടമുളകുണ്ടല്ലോ, ഉണ്ടമുളകാണേ. 4 തൈ ഉണ്ടായിരുന്നു. 3 നമ്മൾ നട്ടിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരെണ്ണം മാത്രമാണ് കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത്. അതിലിപ്പോൾ ഈ അടുത്ത സമയത്ത് 2 മുളകുണ്ടായി കേട്ടോ. അതിൽ ഒരെണ്ണം തന്നെ പാത്തു കാ വീണ് തുടങ്ങിയപ്പോൾ തന്നെ ഒരെണ്ണം പാകമായി എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് വിളഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ വിളയാറായെങ്കിൽ നമ്മളത് വിത്തിനെടുക്കുവേ. ഇനി നന്നായിട്ട് അതിൽ നിന്ന് മുളക് കിട്ടണമെങ്കിൽ നമ്മളത് മണ്ണിൽ കുഴിച്ചിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. മണ്ണിൽ കുഴിച്ച് വെച്ച് കൊടുക്കണം, എന്നാലേ നന്നായിട്ട് അത് മുളക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കത്തേ ഉള്ളേ. മത്തി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊട്ടിക്കാൻ കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ കുരുമുളകിൽ വലിയ രീതിയിലൊന്നും പിടിച്ചിട്ടില്ല. ആദ്യമൊക്കെ ഉണ്ടായത് മഴയൊക്കെ നനഞ്ഞപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നു. എന്തായാലും നമുക്കത് പൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടില്ല. നല്ല ഉണക്കായെങ്കിൽ പൊഴിച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് മകരമാസമൊക്കെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കേ നമുക്കിതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇതിൽ നിന്ന് തന്നെ എടുക്കാറുണ്ട് കേട്ടോ. വിളഞ്ഞിട്ടില്ലെങ്കിലും കുരുമുളകിന് ചെറിയൊരു എരിവൊക്കെ ഉണ്ടല്ലോ. പച്ച കുരുമുളക് അരച്ച് വെക്കുന്ന കറിയും അതുപോലെ ഫ്രൈയും ഒക്കെ ഭയങ്കര ടേസ്റ്റല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഈ ചാള, അയല പോലുള്ള മീനിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ പച്ച കുരുമുളക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. മറ്റുള്ള മീനിൻ്റെ കാര്യം അറിയത്തില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് അയലയും മത്തിയൊക്കെ വെച്ചിട്ട് കുരുമുളക് അരച്ചിട്ട് ചെയ്യാറുണ്ട്. അതും പച്ച കുരുമുളക് തന്നെ വേണം. അപ്പോൾ അത്യാവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇനിയിപ്പം കാന്താരി മുളകാണ് വേണ്ടത്. കാന്താരി മുളകും കുരുമുളകും ഇടുമ്പോൾ എരിവ് എങ്ങനെ പറ്റും എന്നാരും വിചാരിക്കേണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മീനിലല്ലേ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത്. ഭയങ്കര എരിവൊന്നും തോന്നത്തൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ കൊച്ചുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പം കൊച്ചുള്ളിക്ക് ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എരിവ് ബാലൻസ് ചെയ്ത് നിന്നോളൂ കേട്ടോ. അങ്ങനെ ദേ നമ്മൾ കാന്താരി മുളകും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 അല്ലി കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ മറ്റ് മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ. ലേശം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചങ്ങോട്ട് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് അരയ്ക്കാനായിട്ട് വെള്ളമല്ല ഒഴിക്കേണ്ടത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെറുതെ ഇട്ട് അരച്ചാലും മതി. ഉള്ളിയുടെ ആ ഒരു വെള്ളത്തിലൊക്കെ നമുക്ക് മസാല നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ മസാല ഏറ്റവും ബെസ്റ്റ് ഏത് മീനാണെന്നറിയാമോ? തോട്ടുമീനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ചെറിയ മീനുണ്ടല്ലോ, അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ മസാലയൊക്കെ ഞാൻ അരച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അനിയത്തി മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഇത് എന്താണെന്നറിയോ, ഒരു അച്ചാറിടാനായിട്ട് പോവുകയാണേ. ഇത് മാങ്ങയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അത് മാങ്ങയല്ല, അത് പച്ച കപ്പയ്ക്കാണ് കേട്ടോ. ഇളത് കപ്പയ്ക്ക ഉണ്ടല്ലോ, അധികം മൂത്ത് പോവാത്ത കപ്പയ്ക്ക വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിവിടെ കൊത്തി അരിഞ്ഞ് ഉമ്മച്ചി ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില,
പിന്നെന്താ, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് കപ്പയ്ക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ലേശം കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളക് ഇരിക്കുന്നത് കൊണ്ട് അതും കൂടി ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരിയുടെയൊക്കെ ഉപ്പ് കയറുമ്പോഴത്തേക്ക് കാന്താരി തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ അതേ കുറച്ച് കാന്താരി മുളകും ആ ഒരു പാത്രം കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കപ്പയ്ക്കല്ലേ കുറച്ച് വേവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ആവി കയറണം, അത്രയേ ഉള്ളൂ. മാങ്ങയാണെങ്കിലും നമ്മളിങ്ങനെ ആവി കയറ്റി എടുക്കാറില്ല, പക്ഷേ കപ്പയ്ക്ക് അതിൽ നിന്നും കുറച്ചും കൂടി കട്ടിക്ക് ഇരിക്കുന്നതല്ലേ. ഇത് വരിക്കയുടെ കപ്പയ്ക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് വെന്ത് കിട്ടാനും പാടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് പുളി വേണമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പിൻ്റെ അളവ് നോക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അച്ചാറിൻ്റെ പണി ഇത്രയേ ഉള്ളൂ, ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ മത്തിയൊക്കെ ഇവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക, നല്ല ചൊവ്വിനങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് മത്തി എടുക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ അങ്ങോട്ട് വാരിയിട്ടിട്ട് പൊരിച്ചങ്ങോട്ട് എടുക്കുക. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ചാറും മീൻ പൊരിക്കാനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിൽ ഇന്നത്തെ തോരനെന്ന് പറയുന്നത് നമുക്ക് പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് തോരനും കൂടെ ഉണ്ടാക്കും. പിന്നെ കുറച്ച് മുളക് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മുളക് എന്ന് വെച്ചാൽ പുളിയും മുളകും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ചാള വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ വിശേഷം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണാം കേട്ടോ. അപ്പോൾ ബൈ, ടാറ്റാ.